കോഴിക്കോട് രൂപതയിൽ സ്ഥിതി ചെയ്യുന്ന മാഹിയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രത്തെ ബസിലിക്കയായി ഉയർത്തുന്നു. ബസിലിക്ക പ്രഖ്യാപനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ള മാഹിയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രത്തെ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ബസിലിക്കയായി ഉയർത്തിയത്. റോമൻ സഭയുമായും പാപ്പയുമായുള്ള പ്രത്യേക ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഇടമാണ് ബസിലിക്ക. ആരാധനാക്രമം, കൂദാശകൾ, വലിപ്പം, പ്രശസ്തി, സൗന്ദര്യം, ദൗത്യം, ചരിത്രം, പ്രാചീനത, അന്തസ്, ചരിത്രപരമായ മൂല്യം, വാസ്തുവിദ്യ, കലാപരമായ മൂല്യം, ആരാധനാ കേന്ദ്രങ്ങൾ തുടങ്ങിയവ പഠിച്ചതിന് ശേഷമാണ് മാർപ്പാപ്പ ഒരു ദേവാലയത്തിന് ബസിലിക്ക പദവി നൽകുക. ബസിലിക്ക പ്രഖ്യാപനത്തോടനുബന്ധിച്ച് 3 ദിവസത്തെ ആഘോഷ പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് വെള്ളിയാഴ്ച അമ്മ ത്രേസ്യയുടെ അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠ നടന്നു. തിരുനാൾ ദിനങ്ങളിൽ മാത്രം പൊതുവണക്കത്തിന് വെക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം പൊതുവണക്കത്തിനായി പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ടത്. തുടർന്ന് കോഴിക്കോട് രൂപതാ മെത്രാൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ സാഘോഷ ജാഗര ദിവ്യബലി നടന്നു. രണ്ടാമതായി ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, അനുരഞ്ജനത്തിന്റെ ജീവിതം നയിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ബലിയർപ്പിക്കുന്നതിന് മുമ്പ് ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷമോ പകയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അത് തീർത്തിട്ട് വേണം ബലിയർപ്പിക്കാനെന്ന്. എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ, ഉപകാരം ഉണ്ടാവുകയുള്ളൂ. രൂപതയ്ക്കകത്തു നിന്നും പുറത്തുനിന്നുമുള്ള നിരവധി വൈദികരും സന്യസ്തരും വിവിധ ഇടവകകളിൽ നിന്നെത്തിയവരും ഉൾപ്പെടെ നിരവധി പേർ ദിവ്യബലിയിൽ പങ്കുചേർന്നു. ശനിയാഴ്ച വരാപ്പുഴ അതിരൂപതാ മെത്രാൻ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള സാഘോഷ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് ശേഷമാണ് മാഹി ബസിലിക്കയുടെ പ്രഖ്യാപനവും സമർപ്പണവും നടക്കുക. മാഹിയിലെ വിശുദ്ധ അമ്മ ത്രേസ്യയുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രം ബസിലിക്ക പദവി സ്വീകരിക്കാൻ പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടുകൂടി കോഴിക്കോട് രൂപതാ മെത്രാൻ അഭിവന്ദ്യ വർഗീസ് ചക്കാലക്കൽ പിതാവ് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ അത്ഭുത തിരുസ്വരൂപം പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് 3 ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. സാധാരണയായി തിരുനാൾ ദിനങ്ങളിൽ മാത്രം പൊതുവണക്കത്തിന് വയ്ക്കുന്ന വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുസ്വരൂപം ഇന്ന് പൊതുവണക്കത്തിനായി വെച്ചുകൊണ്ടാണ് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് 3 ദിവസത്തെ ബസിലിക്ക പ്രഖ്യാപനത്തോടനുബന്ധിച്ചുള്ള 3 ദിവസത്തെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഇവിടെ മയ്യഴി അമ്മയുടെ സന്നിധിക്ക് ചുറ്റും ചുവന്ന പരവതാനികൾ വിരിച്ച് അലങ്കരിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നാളെ പൊതുസമ്മേളനം നടക്കാനിരിക്കുന്ന സ്റ്റേജും ഒരുങ്ങിക്കഴിഞ്ഞു. മയ്യഴി അമ്മയുടെ സന്നിധിയിൽ നിന്നും പാക്സ് കമ്മ്യൂണിക്കേഷൻസ്, കോഴിക്കോട് രൂപത മീഡിയ കമ്മീഷൻ.